നിങ്ങൾ ഈ പരീക്ഷ പേടിയുള്ള കൂട്ടത്തിലാണോ? ഈ എക്സാം ടൈം ആകുമ്പോൾ ഒരു ആൻസൈറ്റി, ഒരു സ്ട്രെസ്, ഒരു പേടി ഒക്കെ മിക്ക ആളുകളിലും കാണുന്നതാണ് അല്ലേ? സോ നിങ്ങളുടെ ഈ സ്ട്രെസ് ഒരു പരിധി വരെ കുറയ്ക്കാൻ വേണ്ടി ഞാൻ കുറച്ച് ടിപ്സ് പറഞ്ഞുതരാം. ഒന്നാമത്തെ കാര്യം, ഈ അവസാന നിമിഷത്തെ പഠിപ്പ് അതൊന്നും ഒഴിവാക്കാം. നിങ്ങൾ എന്താണോ പഠിച്ചത് അതിൽ സ്ട്രോങ് ആയി നിൽക്കുക. ഈ അവസാന നിമിഷം പുതിയതൊന്നും എടുത്ത് പഠിക്കാതിരിക്കുക. അങ്ങനെ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ പഠിച്ചതും മറന്നുപോകും. പിന്നെ രണ്ടാമത്തെ ടിപ്പ്, ഒരു എക്സ്ട്രാ പെൻ നിർബന്ധമായിട്ട് ക്യാരി ചെയ്തോളൂ. പിന്നെയുള്ള കാര്യം എന്ന് പറയുമ്പോൾ, ഈ എക്സാം എഴുതുന്ന മുൻപ് ആദ്യത്തെ 10 മിനിറ്റ് നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ നന്നായി വായിച്ചിട്ട് ആ ആൻസേഴ്സ് എങ്ങനെ എഴുതണമെന്ന് പ്ലാൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം. ക്വസ്റ്റ്യൻ പേപ്പർ ചുമ്മാ അങ്ങ് വായിച്ചാൽ പോരാട്ടോ. എങ്ങനെ ആൻസർ എഴുതണം, എവിടെ തുടങ്ങണം, എന്തൊക്കെ ഇൻക്ലൂഡ് ആക്കണം, എവിടെ അവസാനിപ്പിക്കണം എന്ന് കൃത്യമായിട്ട് പ്ലാൻ കൂടി ചെയ്യാം. അങ്ങനെ ഓൾറെഡി പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് എഴുതി പോകും. എഴുതാൻ നേരത്തെ എവിടെ തുടങ്ങണം, എവിടെ അവസാനിക്കണം എന്ന് ആലോചിച്ച് അവിടെ എത്തിയില്ല. പിന്നെ ഡ്രിങ്ക് ലോട്ട് ഓഫ് വാട്ടർ എന്നതാണ്. ഈ വെള്ളം കുടിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പരിധി വരെ സ്ട്രെസ് റിലീഫിന് ഹെൽപ്പ് ചെയ്യും. പിന്നെ എക്സാം എഴുതുന്നതിന് മുൻപ് ടേക്ക് എ ഡീപ് ബ്രെത്ത് ആൻഡ് സ്റ്റാർട്ട് റൈറ്റിംഗ്. ഇങ്ങനെ ഡീപ് ബ്രെത്ത് എടുക്കുന്ന സമയത്ത് നല്ല സ്ട്രെസ് റിലീഫിന് ഹെൽപ്പ് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ എക്സാം എഴുതുന്ന തൊട്ട് മുൻപ് ഒന്ന് ചിരിച്ചുകൊണ്ട് എക്സാം എഴുതാൻ തുടങ്ങാം. അങ്ങനെ ചിരിച്ചുകൊണ്ട് എഴുതാൻ തുടങ്ങുന്ന സമയത്ത് ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. അപ്പം എക്സാം പേടിയുള്ള ആൾക്കാരാണെങ്കിൽ ഈ സ്റ്റെപ്സ് ഒന്ന് ഫോളോ ചെയ്തു. ആൻഡ് എക്സാം പേടിയില്ല നിങ്ങളുടെ ആ ഫ്രണ്ട്സിന് ഇത് ഷെയർ കൂടെ ചെയ്തു.